ഹലോ, ഇന്ന് ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ വീടുകളിലെ പോലെ എല്ലാ പാത്രങ്ങളും അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ചും ഇതുപോലത്തെ സ്ട്രെയിനറൊക്കെ. അപ്പോൾ ചോറ് ഊറ്റാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാ കുക്കറിലൊക്കെ ചോറ് വയ്ക്കുന്നവരാണെങ്കിൽ ഇതുപോലെ അരി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വിസിലൊക്കെ വന്ന് ചോറൊക്കെ കുക്കായി കഴിഞ്ഞാൽ ആവിയൊക്കെ പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുക്കറിൻ്റെ ലിഡിൽ കാണുന്ന ആ കറുപ്പ് വാസറില്ലേ, അത് മാറ്റിയതിന് ശേഷം സാധാ പോലെ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് ചൊരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിലെ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോകും കേട്ടോ. ഇതിപ്പോൾ ചോറിൻ്റെ കേസ് മാത്രമല്ല, കപ്പ പുഴുങ്ങാനൊക്കെ ഇട്ടാലും ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി സ്ട്രെയിനർ ഇല്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുക്കറിൻ്റെ പിടിയില്ലേ, അതിൽ സ്ക്രൂ ലൂസാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ചോറെല്ലാം കൂടി വേസി കിടക്കും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇപ്പോൾ ഇതാ കഞ്ഞിവെള്ളം ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ചോറ് നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.